ഹലോ ഓൾ വെൽക്കം ടു ഒപ്റ്റിമൽ ഹെൽത്ത്. എൻ്റെ പേര് രാഘവൻ, സ്ഥലം കോഴിക്കോടാണ്. ഒരു വെൽനസ് ഓൺട്രപ്രണറാണ്. നമ്മൾ ഇവല്യൂഷൻ ഓഫ് ഡയബറ്റീസ്, പ്രമേഹത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പാർട്ട് 2 സെഷനാണ്. പാർട്ട് 1 കേട്ടതിന് ശേഷം നിങ്ങൾ പാർട്ട് 2 കേൾക്കുക. നമ്മൾ പാർട്ട് 1 നമ്മൾ സംസാരിച്ചത് നമ്മളെ ശരീരം ഉണ്ടാക്കിയിട്ടുള്ളത് കോശങ്ങൾ കൊണ്ടാണ്. കോശങ്ങൾക്ക് ഊർജ്ജം ലഭിക്കണം. ഈ ഊർജ്ജം കിട്ടുന്നത് കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ്. ശരീരം അത് ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ ഗ്ലൂക്കോസിനെ ഇൻസുലിൻ അഥവാ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ ഈ ഗ്ലൂക്കോസിനെ ക്യാരി ചെയ്ത് അതാത് കോശങ്ങളിലേക്ക് എത്തിക്കുന്നു. അങ്ങനെയാണ് നമുക്ക് എനർജി കിട്ടുന്നത് എന്നാണ് നമ്മൾ പാർട്ട് 1 നമ്മൾ സംസാരിച്ചത്. അപ്പോൾ നമ്മൾ പാർട്ട് 2 നമ്മൾ കുറച്ചുകൂടെ നമുക്കൊരു നാടൻ ഭാഷയിൽ, ഏതൊരു സാധാരണക്കാരൻ മനസ്സിലാക്കുന്ന ഭാഷയിൽ നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കും. കുറച്ചുകൂടെ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ എന്താണ് ആക്ച്വലി സംഭവിച്ചത്? ഒരു എക്സാമ്പിൾ പറയാമെന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ താമസിക്കുന്ന ഒരു വീട്, നിങ്ങളെ വൈഫ് മാത്രം താമസിക്കുന്നു, നിങ്ങളുടെ മക്കളും ഹസ്ബൻഡും ഒക്കെ ജോലിക്ക് പോയിട്ടുണ്ട്. ഇതാണ് സീൻ എന്ന് വിചാരിക്കുക. ഒരു സ്ട്രേഞ്ചർ, ഒരു അപരിചിത നിങ്ങൾ വീട്ടിലേക്ക് കയറി വരുന്ന കോളിംഗ് ബെൽ അടിക്കുന്നു. നിങ്ങൾ ഹസ്ബൻഡിനെ ചോദിക്കുന്നു, ഹസ്ബൻഡിൻ്റെ വിശേഷങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ വൈഫ് എന്താ പറയുക? ഹസ്ബൻഡ് ഇവിടെ സ്ഥലത്തില്ല, ജോലിക്ക് പോയതാണ്, വൈകിട്ട് ഒരു 7 മണിക്ക് ശേഷം വരുന്നുണ്ടോ, നിങ്ങൾ വൈകിട്ട് 7 മണിക്ക് ശേഷം വന്നോളൂ എന്ന് പറയും. പറഞ്ഞയക്കുന്നുണ്ടോ, അയാൾ തിരിച്ചു പോകുന്നുണ്ടോ? ശരിയല്ലേ? സീൻ 2, ഇതേ രണ്ടാമത്തെ ഒരു സീൻ എടുത്ത് നോക്കുക. വേറൊരു സ്ട്രേഞ്ചർ, വേറൊരു അപരിചിതൻ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ കൂടെ വരുന്നു, കോളിംഗ് ബെൽ അടിക്കുന്നു. നിങ്ങളുടെ വൈഫ് ചോദിക്കുമോ സ്ട്രേഞ്ചറോട് നിങ്ങൾ ആരാ എന്താണെന്ന് ചോദിക്കുമോ? ഹസ്ബൻഡിൻ്റെ കൂടെ വന്നതായതുകൊണ്ട് നമ്മൾ ഒരിക്കലും ചോദിക്കില്ല. ശരിയല്ലേ? വീടിൻ്റെ അകത്തേക്ക് കയറുന്നു, ഇരിക്കുന്നു, ലിവിങ് റൂമിൽ ഇരിക്കുന്നു, സോഫയിൽ ഇരിക്കുന്നു. എന്നതിന് ശേഷം ഹസ്ബൻഡ് നിങ്ങളുടെ വൈഫിന് ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ശരിയല്ലേ? ഇതാണ് ഉണ്ടാവുക സാധാരണ രീതി. ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ നിങ്ങളെ വീട്, നിങ്ങൾ താമസിക്കുന്ന വീട് എന്ന് പറയുന്നത് സെല്ലായിട്ട് എടുക്കാം. ടേക്ക് ആൻ എക്സാമ്പിൾ. നിങ്ങൾ താമസിക്കുന്ന വീട് നിങ്ങളെ കോശമാണ്. ഹസ്ബൻഡ് എന്ന് പറയുന്ന വ്യക്തി, കഥാപാത്രം ഇൻസുലിനാണ്. ആ സ്ട്രേഞ്ചർ എന്ന് പറയുന്ന കഥാപാത്രം ഗ്ലൂക്കോസാണ്. നിങ്ങളുടെ വീടിൻ്റെ ഡോർ, അല്ലെങ്കിൽ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ വൈഫ്, അവിടെ ഇൻസുലിൻ റിസപ്റ്റാറായിട്ട് ആക്ട് ചെയ്യും. അപ്പം ഇൻസുലിൻ, ഗ്ലൂക്കോസ്, സെല്ല്, ഇൻസുലിൻ റിസപ്റ്റാർസ്. ഹസ്ബൻഡാണ് ഇൻസുലിൻ, സ്ട്രേഞ്ചറാണ് ഗ്ലൂക്കോസ്, വൈഫ് ഇൻസുലിൻ റിസപ്റ്റാർ എന്ന് പറയും. നിങ്ങളെ വീട് എന്ന് പറയുന്നത് സെല്ലാണ്. എന്താ സംഭവിച്ചത്? ഹസ്ബൻഡ് കോളിംഗ് ബെൽ അടിക്കുന്നു, ഡോറ് തുറക്കുന്നു. അവിടെ ഒരു ലോക്ക് ആൻഡ് കീ മെക്കാനിസം ഉണ്ട്. ഇൻസുലിൻ എന്ന് പറയുന്നത് ഒരു കീയാണ്. പൂട്ട് തുറക്കാനുള്ള ഒരു താക്കോൽ മാത്രമാണ് ഇൻസുലിൻ. ഇൻസുലിൻ ഈ പൂട്ട് തുറക്കണം എന്നുണ്ടെങ്കിൽ ഈ ഇൻസുലിൻ റിസപ്റ്റാർ അറിയണം, ഈ പറയുന്ന വൈഫ് അറിയണം വന്നത് ഇൻസുലിൻ ആണ് എന്നറിയണം. ഈ ഇൻസുലിൻ റിസപ്റ്റാർ വന്നത് ഇൻസുലിൻ ആണ് എന്ന് അറിഞ്ഞിട്ടില്ല എങ്കിൽ ഇൻസുലിൻ റിസപ്റ്റാർ വീക്കായി പോവും. ഇൻസുലിന് കോശങ്ങളോടുള്ള വിരക്തി കൂടുന്നുണ്ടാവും. ഒരു പക്ഷേ ആ സമയത്താണ് നിങ്ങൾ ഗ്ലൂക്കോസ് ഒരിക്കലും ശരീരത്തിൻ്റെ അകത്തേക്ക്, നിങ്ങളുടെ കോശത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തും. ഈ ഒരു അവസ്ഥയെയാണ് എന്ത് പറയുന്നത്? പ്രമേഹം എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? അവിടെ ലോക്ക് ആൻഡ് കീ മെക്കാനിസത്തിൽ ചെറിയൊരു അപാകതകൾ സംഭവിച്ചു എന്നുള്ളതാണ്, അല്ലേ? ഇൻസുലിനാണ് കീ. ഈ കീ കൊണ്ട് പൂട്ട് തുറക്കുമ്പോഴാണ് ഡോറ് തുറക്കുന്നതും ഗ്ലൂക്കോസ് അകത്തേക്ക് പ്രവേശിക്കുന്നത്. ഇതാണ് ഫസ്റ്റ് സീൻ എന്ന് പറയുന്നത്. സെക്കൻഡ് സീൻ എന്ന് പറയുന്നത് ഇൻസുലിനേ ഇല്ല എന്ന് ആലോചിച്ച് നോക്കുക. ഇൻസുലിൻ വളരെ കുറവാണ്. പാൻക്രിയാസ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് വളരെ കുറവാണ്. സംഭവിക്കുക എന്താ? ഇൻസുലിനാണ് ഗ്ലൂക്കോസിനെ ക്യാരി ചെയ്ത് കോശത്തിൻ്റെ അകത്തേക്ക് എത്തിക്കുന്നത്. ആ ഇൻസുലിൻ ഇല്ലെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ കോശത്തിൻ്റെ അകത്തേക്ക് ആരെത്തിക്കും? എത്തിക്കാനുള്ള കാരിയർ എവിടെ? ആ മെസ്സഞ്ചർ എവിടെ? ആ മെസ്സഞ്ചർ ആബ്സെൻ്റ് ആണ്. ഈ ഒരു കേസിലും രക്തത്തിൽ പഞ്ചസാര അമിതമായിട്ട് വർദ്ധിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് അവസ്ഥയാണ് നമ്മൾ ഷുഗർ ലെവൽ വർദ്ധിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം.